ആണോ ഈ മാലയോ? അതും എനിക്കറിയില്ല. വളകളോ മോതിരമോ ഒന്നും ലക്ഷ്മണൻ അറിയില്ല. അവസാനം പാദസരങ്ങൾ കാണിച്ചപ്പോ പറഞ്ഞു, ഇത് ജ്യേഷ്ഠത്തിയുടെ തന്നെ. അമ്മയ്ക്ക് തുല്യമായിട്ട് ഞാൻ എപ്പോഴും രാവിലെ ആ പാദങ്ങളിൽ പുഷ്പങ്ങൾ അർപ്പിച്ചിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോ ആ പാദസരം ഞാൻ കാണലുണ്ട് എന്ന് പറയുന്ന മര്യാദാ പുരുഷോത്തമൻ ആരാ? രാമനല്ല മര്യാദാ പുരുഷോത്തമൻ, ലക്ഷ്മണനാ. എന്തൊരു മര്യാദയാ! ജ്യേഷ്ഠന്റെ വിവാഹം കഴിഞ്ഞിട്ട് ജ്യേഷ്ഠപത്നിയെയും കൂട്ടി വരുമ്പോ കയ്യിൽ എത്ര പവന്റെ വളയുണ്ട്, നെക്ലേസിന് എത്ര തൂക്കമുണ്ട് എന്ന് അളക്കുന്ന അനുജനല്ല ലക്ഷ്മണൻ. ആ മര്യാദ മനസ്സിലായോ? ആ ലക്ഷ്മണൻ, അതാണ് ജ്യേഷ്ഠത്തിയെ അമ്മയ്ക്ക് തുല്യമായി കാണുന്ന ബന്ധം. ഇതൊന്നും പഠിച്ചിട്ടില്ലേ പിന്നെ നമ്മുടെ ജീവിതം പട്ടികൾക്ക് തുല്യമാവില്ലെന്ന്. ഇതെല്ലാം കുട്ടികളെ ബോധ്യപ്പെടുത്തണ്ടേ? ഇതെങ്ങനെ കുട്ടികൾക്ക് മനസ്സിലാവൂ? ഒരു സ്ത്രീയെ കാണുമ്പോൾ അത് ബന്ധങ്ങളൊന്നും നോക്കണ്ട, വെറും ഒരു ലൈംഗിക ഉപകരണം